ഹലോ ഹായ്. ഇന്ന് ഞാനൊരു ഞാൻ മയിലേക്ക് പോയില്ലേ, എന്തെല്ലോ ആവശ്യങ്ങളുണ്ട് എനിക്ക്. നല്ല മഴയേ. ഇന്ന് ഒരു ലൈവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബയോഡാറ്റ ഇടാം. കംപ്ലീറ്റ് ആൾക്കാർ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്, വീട്ടിലാരൊക്കെയുണ്ട്, ഹസ്ബൻഡ് വീട്, എല്ലാ ചോദ്യത്തിലുള്ളൊരു ബയോഡാറ്റ ലൈവ് ഇടാം കേട്ടോ. അതാണ് ഇന്നത്തെ പരിപാടി. ഞാനിങ്ങനെ ഒരു മയിലിങ്ങനെ എന്തല്ലോ ചില ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ പോക്കാന്ന്. പുരുഷാരം മഴയേ. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചുതരാം. ഒന്നാമത് ഇതിൽ 20 ചാർജ് ഉള്ളൂ ശതമാനം. പൊരിച്ചൊരിഞ്ഞ മഴയാണ് സംഭവം. ഇത്ര സമയം കുത്തിരുന്നിട്ട് ഇപ്പാന്ന് ഉദിച്ചു പോകെ. 3 മണിക്ക് പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. 3 മണിക്കിപ്പോൾ എൻ്റെ മോൻ വരും. അപ്പത്തിൽ അവനെ അവിടെ നിന്ന് കൂട്ടണം. എന്തെങ്കിലും മറന്നു. അപ്പോൾ പിന്നെ കൊട വേഗൽ കാറ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കാർ എടുക്കാണ്ട് വെച്ചിട്ട് ഷാർട്ടാകാത്ത പണിയെല്ലാം കിട്ടലുണ്ട്. കാറ് കയറി ഇരിക്കുമ്പോഴേക്ക് ഷാർട്ടാവില്ല. ശരിയെല്ലാം പോയാ. ഇപ്പം ഞാനിന്ന് എൻ്റെ കാര്യം പറയാം. കാറ് ഫുള്ള് മഞ്ഞുമല ബോയ്സ് പോലെ കിടക്കുന്നുണ്ട്. മഞ്ഞുമല ബോയ്സ് വേണ്ട, ഇതെല്ലാം നോക്കിയേ. ഫുള്ള് എഴുതാം SOUMYA. ഒരു മിനിറ്റ് കാറ് കയറിയിട്ട് വിശാലമായിട്ട് പറഞ്ഞുതരാം. ഈ കുറേ ആൾക്കാരില്ലേ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട്, പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുന്ന, കമന്റ് തരുന്ന, സപ്പോർട്ട് ചെയ്യുന്നവരെ മുഷ്പിക്കറല്ലോ ഒരിക്കലും. അതുകൊണ്ട് പവർ ബാങ്കാണേ. നല്ല മഴയാണ് കേട്ടോ. പുക പിടിച്ച മഴ. അതുകൊണ്ട് വണ്ടി ലോക്കായി പോയാ. ഒറ്റ മിനിറ്റേ. ഇതെല്ലാം പൂത്തിന് എൻ്റെ തലയിലാവുക ഭഗവാനേ. എൻ്റെ മുടിയിലാണ് ഇതെല്ലാം ആവുക. ഇപ്പോൾ ഇവിടെയെല്ലാം തോർത്തിട്ട് എനിക്ക് പൂപ്പലെല്ലാം ഭയങ്കര ഇറിറ്റേഷൻ പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് വലിയ ചോറ കയറി ഫ്രീ ആയിട്ടൊരു കൈ വിട്ടാൽ മതിയായിരുന്നു അല്ലേ. അയ്യോ, കുറച്ച് ആശ്വാസം. വണ്ടി ഒന്നുമില്ല, ഇടക്കിടക്ക് ലോക്കായി പോന്നു. എണ്ണയില്ല, ഫുള്ള് തീർന്ന്. പവർ ബാങ്ക് ഇവിടെ ഒന്ന് കണക്റ്റ് ആക്കട്ടെ. ഈ സാധനം ഇല്ലേ, ഞാൻ വാങ്ങിയിട്ട് കംപ്ലൈന്റ് ഉണ്ട്. റിലാക്സ്. മാങ്ങേന്റെ കാര്യം ഒന്നും ചോദിക്കല്ലേ. ഈ മഴയത്താണോ മാങ്ങ? ഇനെ പിടിച്ചിട്ട് ഇപ്പൊ ഇതൊക്കെ പൊരിഞ്ഞ മഴയത്ത് പോന്ന്. 3 മണിയാകുമ്പോ മോൻ വരും. മോനെ കൂട്ടണം. എന്താ പുതിയ വണ്ടി വാങ്ങി, പിന്നെ പൂപ്പൽ പിടിക്കുമ്പോ പുതിയ വണ്ടി വാങ്ങൂയ്യ. എല്ലാവർക്കും ഹായ് കേട്ടാ. മെസ്സേജ് ഇപ്പൊ ഇനി അങ്ങനെ ലൈവില് പറയുന്ന പ്രത്യേകിച്ച് വായിക്കാനൊന്നും കഴിയില്ല. ഈ വണ്ടി നന്നാക്കി വന്നേരം ഒരു ഓട്ടോറിക്ഷ ഷാർട്ടാക്കുന്ന ഒരു സൗണ്ട്. ഈ കംപ്ലൈന്റ് പോയിട്ടില്ല ഇതിന്റെ ഭണ്ഡാരം. ഇങ്ങനൊരു കംപ്ലൈന്റ് ഉണ്ടേ. നല്ല പാട്ടല്ലേ. മാനസം എന്തോ തളിരായി. മഴ നല്ല മഴയാണേ. ഹലോ ഹായ്. ആ പാട്ട് പോയി. വിശാലം മഴക്ക് ഗ്ലാസ് ഏരിയ. എനിക്ക് ഗ്ലാസ് ഏരിയയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ പേര് സൗമ്യ, അച്ഛന്റെ പേര് ദാമോദരൻ, ഒരു മിനിറ്റ്, അമ്മേന്റെ പേര് ഇന്ദിര, ഏച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. അവരെല്ലാം കല്യാണം കഴിഞ്ഞ് ലൈഫും സെറ്റിലായി. അച്ഛൻ കൈ പിടിച്ച് ഏൽപ്പിച്ച ആൾക്കാരെല്ലാം അടിപൊളിയാണ്. അതായത് അല്ലേ അങ്ങനെ. ഏച്ചിക്ക് 2 കുട്ടികള്, അനിയത്തിക്ക് 2 കുട്ടികള്, അനക്ക് 2 കുട്ടികള്. എന്റെ ഹസ്ബൻഡ് ദുബായിലാണ്. ബയോഡാറ്റ കേട്ടാ.
ഒരുപാട് മെസ്സേജും കാര്യങ്ങളും റീൽസിന്റെ കംപ്ലീറ്റ് വരും. എന്ത് ചെയ്യുന്നു? പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. +2 കഴിഞ്ഞു, സിവിലും കഴിഞ്ഞ്, ഡ്രാഫ്റ്റ് സിവിലും കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നേ. കല്യാണം കഴിഞ്ഞിട്ടൊരു 13 വർഷമായി. ഹസ്ബൻഡ് വിഷുവിന് വരുന്നതായിരുന്നു, ഇപ്രാവശ്യം വന്നിട്ടില്ല. ഭാഗ്യത്തിന് വരഞ്ഞില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. 3 മണിക്ക് മോനും വരും. ജനിച്ചു വളർന്ന് നിൽക്കുന്നത് ചട്ടുകപ്പാറ, കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറ. പിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് തന്നെ മയില്. നമ്മുടെ ഭയങ്കര മഴയേ, മയില് കേട്ടാ. പിന്നെ ഹസ്ബൻഡിന്റെ വീട് മയില്. ഇപ്പൊ ഹസ്ബൻഡിന്റെ സ്ഥലത്ത് തന്നെ നമ്മളൊരു വീടെടുത്ത് നിൽക്കുന്നത് സുഖമായിട്ട്. പിന്നെ ജോലിയൊന്നുമില്ല. കുറെ ആള് ചോദിക്കലുണ്ട് ജോലി ചെയ്യുന്നുണ്ടാന്ന്. ജോലിയില്ല. AC ഇടട്ട് വരുന്ന എണ്ണയും തേർന്നു. പുക പിടിച്ച പോലെ ക്ലിയർ ഇല്ലല്ലോ. വിളിച്ചു കഴിഞ്ഞു. നല്ല മഴ കേട്ടാ. പിന്നെന്ന് വെച്ചാല് ഞാനിങ്ങനെ റീൽസും കാര്യങ്ങളും യൂട്യൂബ്സിലിടുന്ന്, ഇൻസ്റ്റയിലിടുന്ന്, ഇങ്ങനെ പോകുന്നു. പിന്നെ വീടെല്ലാം എടുത്തിട്ട് കുറച്ച് വർഷമായി. വീട്ടിന്റെ കംപ്ലീറ്റ് പണി ഞാൻ തന്നെ നോക്കി. ഹസ്ബൻഡ് അങ്ങനെ പൈസ അയച്ചു തന്നു. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും നോക്കി സൈഡായിട്ട് ഇപ്പൊ കുറച്ച് റെസ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്നത്. ചട്ടുകപ്പാറ കുറ്റ്യാട്ടൂറാണ് എന്റെ ശരിക്ക് വീട്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വീടെടുത്ത് നിൽക്കുന്നത് മയ്യില്, അതായത് പറശ്ശിനിക്ക് അടുത്തായിട്ട് വരും. ഒരു 1/4 മണിക്കൂർ ദൂരേ ഉള്ളൂ പറശ്ശിനിക്ക് ഇവിടുന്ന്. പക്ഷെ പറശ്ശിനി പോക്ക് കുറവാണ്. മെയിൻ വേളത്തമ്പലം. ഇവിടെ നിന്ന് 10 മിനിറ്റ് പോയാൽ വേളത്തമ്പലത്തിൽ. നല്ല മഴയാണ് കേട്ടാ. മഴന്ന് പറഞ്ഞാല് ലോകമഴ. എന്തോ ഒരു പുക പിടിച്ച പോലെ. മഴയുടെ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടാ? പാട്ട് വെച്ചാലും കേൾക്കാത്ത അവസ്ഥ. ഒരു മഴ വെക്കാന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങിയേ. മഴന്ന് പറഞ്ഞാല് ഭയങ്കര മഴയാണേ. നല്ല രസമുണ്ട് പക്ഷെ ഡ്രൈവ് ചെയ്ത് പോകാൻ. അതിന്റെ സൗണ്ട് കുറച്ച് കൂടുതലാണോ? ഞാൻ മഴയായോണ്ട് ഞാൻ വെച്ച് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല എന്ന് വെച്ചിട്ട്. മഴന്ന് പറഞ്ഞാ വമ്പിച്ച മഴയാണേ. പാട്ട് പോരാ. ഇത് എപ്പോഴുള്ള പാട്ടാ. മഴയെ കൊന്നു കേൾക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. കംപ്ലീറ്റ് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. മനസ്സിലായോ? ബയോഡാറ്റ. ഞാൻ കുറെ പേരോട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. എന്നെ വീഡിയോസ് കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം. അപ്പൊ അവരെല്ലാം കംപ്ലീറ്റ് ബയോഡാറ്റ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ എല്ലാവരോടും ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്റെ ഇവിടെ അടുത്തുള്ള ചെക്കിയാട്ട് സ്റ്റോപ്പിലെത്തി. നല്ല തണുപ്പ് കേട്ടാ. എന്തായാലും AC ഇടണം. AC അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ പൊതുവെ കാറിൽ ഒരിക്കലും ഗ്ലാസ് കയറ്റിയിട്ട് പോക്കില്ല കേട്ടാ.
ഞാനിപ്പോ ലൈവ് വേഗം കട്ട് ചെയ്യും. എനക്ക് മോനെ ഒന്ന് വിളിക്കണം. എവിടെയാന്ന് മയിലങ്ങനെ ഇറക്കേണ്ടി വരും. ഓന് ഇന്ന് പ്രത്യേകിച്ചിട്ട് മയില് പ്രത്യേകിച്ച് പോകാൻ കാരണമുണ്ട് കേട്ടാ. ഓന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി റംബൂട്ടാൻ കൊണ്ടുവന്നിട്ട് എന്നോട് ഇന്നലെ വന്നപാട് കരച്ചില്. അവര് റംബൂട്ടാൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിന് തിന്നിന് എനക്ക് കിട്ടിയിട്ട് എനക്കും വേണം, അമ്മ നാളെ ഞാൻ സ്കൂൾ വിട്ട് വരുമ്പക്കില് വാങ്ങിയിട്ട് വെച്ചേട്ടോ എന്നുള്ള പറഞ്ഞിട്ട് കുഴപ്പമാണ്. ഓൻ വന്നപാട് കൃത്യമായിട്ട് ചോദിക്കും എന്നോട് ഓർത്തു. പിന്നെ വൈകുന്നേരം പായുന്നേ കെട്ടുന്നത് ഇപ്പം പോയിട്ട് വാങ്ങിയിട്ട് എടുക്കുന്നതാണ്. അതൊക്കെ ചെയ്യാം. അയ്യ എന്റെ കാലെല്ലാം വിറക്കുന്നു തണുത്തിട്ടേ. സത്യം കാലിന് തണുപ്പ് കൂടുതൽ. ഈ വീഡിയോസിന്റെ ഇടയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടാവും അല്ലെ. പിന്നെ ഞാൻ റിപ്ലൈ തരാട്ടാ നോക്കിട്ട്. എല്ലാവർക്കും ഹായ് ആണേ. സ്പെഷ്യൽ എല്ലാവരോടും ഹായ് ഹായ് കമന്റ് ഇടാൻ കുറച്ച് റിസ്ക് ആണ്. കുറെ വരുന്നത് കൊണ്ടില്ലേ അങ്ങനെ ഇടാൻ പറ്റില്ല. വേറെ പ്രത്യേകിച്ച് വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരും കേട്ടാ. സൗണ്ട് പോയല്ലേ? അത് ഞാൻ ബാക്ക് ക്യാമറ അടിക്കുമ്പോ സൗണ്ട് പോയതാണ്. ഭയങ്കര തണുപ്പ്, ഭയങ്കര AC ഇട്ടിട്ട് ഒടുക്കത്തെ തണുപ്പ്, ഒടുക്കത്തെ മഴ, ശീതം പിടിക്കുന്നേ. പിന്നെ ഒരു സ്ഥലം കിട്ടി, സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു. എന്റെ കൂടെ പഠിച്ച ചെക്കന്റെ ഫ്രൂട്ട്സ് കടന്റെ മുന്നിലാണ്. ചില സമയം ഓൻ എന്നോട് ചോദിക്കൂ, അണേ നീ വേഗം വണ്ടി എടുത്ത് പോകുന്നു. ഞാൻ വെച്ച വണ്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല എടുക്കുക. എന്തെല്ലോ ആവശ്യങ്ങൾ ഉണ്ടാവും. ഇനി ഈ മഴക്ക് കൊടയിങ്ങനെ തുറക്കാനും പുറത്തിറങ്ങാനാണ് വലിയ ബുദ്ധിമുട്ട്. കൊടയില്ല ഈശ്വര, കൊടയുണ്ട്. ഫുള്ളിപ്പം നനയും. 3:15 മോനെത്തും. അപ്പൊ തോന്നിയിരുന്ന് കൂട്ടുവന്നു. ഏടുന്നാ മ്യൂട്ടായേ? കംപ്ലീറ്റ് മ്യൂട്ടാ. ബാക്ക് ക്യാമറ അടിക്കുമ്പോ മ്യൂട്ടായി പോയതായിരിക്കും. സൗണ്ട് പോയല്ലേ? താങ്ക് യു ബിജു. സൗണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മെസ്സേജ് കണ്ടേ. ഹായ് ശിനുവേട്ടാ. എല്ലാരുടെ നാട്ടിലും മഴയുണ്ടാ? ഇവിടെ ഭയങ്കരമായ മഴ കണ്ടാ, ഒടുക്കത്തെ മഴ. അങ്ങനെയൊക്കെയല്ലേ പറയാ. അതാരാ ചോദിച്ച ലൈസൻസ് ഉണ്ടോന്ന്? ലൈസൻസ് ഇല്ലാതെ പിന്നെ വണ്ടി ഓടിക്കുവാ? എന്തെന്നാണ് ഇങ്ങനത്തെ
ഇങ്ങനത്തെ ഡയലോഗൊന്നും പറയാതെ ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ് ചോറ. വേഗം ഇപ്പം നനയും. ഒരു കവറ് ആവശ്യമുണ്ട്. നേരത്തെ സൗണ്ട് കേട്ടില്ലായിരുന്നു. അന്റേന് അധികം പറ്റുന്ന മിസ്റ്റേക്ക് മ്യൂട്ട് അല്ലേ? പക്ഷേ കാണുന്നവർക്ക് ബോറായിട്ട് തോന്നും. ആരും അന്റെ ലൈവ് കാണൂല അന്നേരം. ശീതം പിടിക്കുന്നേട്ടാ, ഒടുക്കത്തെ മഴ, തണുത്ത് വിറക്കുന്നു. ഈ സമയത്ത് വെറുതെ ഇറങ്ങി. ഓക്കെ, ഞാനിപ്പോ കൊടിയെല്ലാം എടുത്ത് പുറത്തിറങ്ങുമ്പോ ഫുള്ള് നനയുകയും ചെയ്യൂ. നേരത്തെ സൗണ്ട് പോയല്ലേ, ബെസ്റ്റ്. എല്ലാവർക്കും ഹായ് കേട്ടോ. അപ്പൊ ഞാൻ ലൈവ് കട്ട് ചെയ്യുന്നേ. ചെറിയൊരു ബയോഡാറ്റ പറയാൻ വേണ്ടി വന്നതാണ്. മര്യാദയ്ക്ക് പറയാനും പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ഇപ്പൊ മോനെ വിളിക്കണം. വണ്ടി ഇടിയറിങ്ങുമ്പോ അവന്റെ സ്കൂൾ ബസ് നിർത്തും, ഓനെ കൂട്ടണം. എന്നിട്ട് ഇപ്പൊ ഇനി എല്ലായിടത്തും പായണം. അവിടെ തന്നെ ഇരുന്നോ, ഇവിടെ ഇരിക്കാൻ അങ്ങ് വരണ്ടല്ലോ. ഭയങ്കര മഴ കേട്ടാ. അയ്യോ, ഒന്നൊന്നര മഴ. മയില് ടൗണിൽ ഇങ്ങനെ ഇറങ്ങി കുറച്ച് സാധനം വേണമെന്നുണ്ടേനും എന്റെ മോൻ റംബൂട്ടാൻ വാങ്ങണമെന്ന് പറഞ്ഞു. ഓന്റെ ക്ലാസ്സിലെ കുട്ടികൾ റംബൂട്ടാൻ വാങ്ങിയിട്ട് ഓന് കിട്ടിയില്ല. കരച്ചലി അത് വേണം. ഞാൻ വരുമ്പോഴേക്കും അമ്മ അത് വാങ്ങി വെക്കണം എന്നെല്ലാം മറ്റേ കുഴപ്പമാണ്. ഓൻ എന്തായാലും വന്നപാട് ചോദിക്കും അക്കാര്യത്തിൽ കൃത്യമായിട്ട്. നാളെ ഞങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്നാക്സിന് അത് വേണമെന്ന് പറഞ്ഞു. ഞാനത് പിന്നെ വില കൂടിയോണ്ട് അത് വാങ്ങൽ കുറവാണ്. തൽക്കാലം അവനെ കണ്ണോട്ടിക്കാൻ കുറച്ച് വാങ്ങാം എന്ന് കരുതി ഇറങ്ങിയതാണ്. പിന്നെ വേറെ ചെറിയ അല്ലറ ചില്ലറ കാര്യങ്ങൾ ഉണ്ടേനും. ഇനിയിപ്പോ എല്ലാം കൂടി നൂലാമാലയാണ് ഇതിന്റെ അകത്ത് ഇറങ്ങി. ഫുള്ള് വെള്ളപ്പൊക്കം പോലെ ആയിപ്പോവല്ലോ. നനഞ്ഞു മുങ്ങുമല്ലോ പഠിച്ചോനെ. ചേടാ എന്നിട്ട് ഒക്കെ എന്റെ അമ്മയും എന്റെ മോനിപ്പം വരും. ബസ് അവന്റെ വണ്ടി പോയാമോ. എല്ലാവർക്കും ചാച്ച ബായ്.